നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML ഫോംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫോംസ് വെബ് പേജിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. HTML ഫോംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ വെബ് പേജൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കും. ലാസ്റ്റിൽ ഒരു സബ്മിറ്റ് ബട്ടൺ കാണും. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാസ് പോകും. അപ്പൊ അതാണ് ഫോം. അത് എങ്ങനെയാണ് വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് HTML ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് HTML ഫോം എന്താന്ന് നോക്കാം. HTML ഫോം ഈസ് യൂസ്ഡ് ടു കളക്ട് യൂസർ ഇൻപുട്ട്. യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HTML ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസർ ഇൻപുട്ട് ഈസ് മോസ്റ്റ് ഓഫൺ സെൻഡ് ടു ദി സെർവർ ഫോർ പ്രോസസിംഗ്. അപ്പൊ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഓരോ വാല്യൂസും പ്രോസസിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ സെർവറിലേക്കായിരിക്കും അയക്കുന്നത്. അപ്പൊ ഈ ഡേറ്റാസ് എല്ലാം പോയി നമ്മളിപ്പോ യൂസറിൽ ഒരു ഫോം ഉണ്ട്. ഫോമിനകത്ത് ഫസ്റ്റ് നെയിം ഉണ്ട്, സെക്കൻഡ് ലാസ്റ്റ് നെയിം ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഏജ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, അങ്ങനെയുള്ള നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത് സെർവറിലേക്കാണ് പോകുന്നത് ഈ ഡേറ്റാസ്. ഇനി എങ്ങനെയാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ കാണുന്ന വെബ് പേജിൽ കാണുന്ന ഫോം ആ രീതിയിൽ കാണാൻ അകത്ത് കോഡിൽ നമ്മൾ HTML കോഡിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫോം എലമെന്റ്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോം ടാഗ് അല്ലെങ്കിൽ ഫോം എലമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫോം എന്ന് പറയുന്ന എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോം കണ്ടോ, ഫോം എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്താണ് നമ്മൾ ഫോമിന്റെ എലമെന്റ്സ് എല്ലാം കൊടുക്കുക. ഇപ്പം ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും റേഡിയോ ബട്ടൺ ആണെങ്കിലും ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫോമിന്റെ ഇടയിൽ ഫോം എലമെന്റ്സ് ആണ് ഇവിടെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഫോം ടാഗ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഫോം എലമെന്റ്സ് ഈസ് എ കണ്ടെയ്നർ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് എലമെന്റ്. ഫോം എലമെന്റ്സ്, ഇവിടെ ഫോം എലമെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ ഫോം എലമെന്റ്സ് എന്തൊക്കെ വരാം, പല രീതിയിലുള്ള ഇൻപുട്ട് എലമെന്റ്സ്, പല രീതിയിൽ ഡേറ്റാസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്യാം, ചെക്ക് ബോക്സ് യൂസ് ചെയ്യാം, റേഡിയോ ബട്ടൺ യൂസ് ചെയ്യാം, സബ്മിറ്റ് ബട്ടൺ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ എലമെന്റ്സുമാണ് ഈ ഫോം എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഫോം ടാഗിനിടയിലാണ് ഈ ഫോം എലമെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ എലമെന്റ്സ് ഏതൊക്കെയാണ് ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് എലമെന്റ് ആണ്. HTML ഇൻപുട്ട് എലമെന്റ് ഈസ് യൂസ്ഡ് ഫോം എലമെന്റ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോമിനകത്ത് വരുന്ന ഒരു മെയിൻ ആയിട്ടുമുള്ള ഒരു എലമെന്റ് ആണ് ഇൻപുട്ട് എലമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻപുട്ട് എലമെന്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇൻ മെനി വേസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ആട്രിബ്യൂട്ട്. ഇൻപുട്ട് എലമെന്റ് നമുക്ക് പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ അതിനകത്ത് ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിൽ ഏത് ആട്രിബ്യൂട്ട് ആണോ കൊടുക്കുന്നത് ആ ആട്രിബ്യൂട്ടിനനുസരിച്ചിട്ടായിരിക്കും ഇൻപുട്ട് എലമെന്റ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം. നോക്കി, ഇവിടെ ടൈപ്പും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫോം ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇൻപുട്ട് എലമെന്റ് ആഡ് ചെയ്യാണ്. ഇൻപുട്ടിന്റെ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ടൈപ്പിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ആകുന്നത്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ് വരുന്നത്. നമ്മളിപ്പോ യൂസർ നെയിം, ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ബോക്സ് ആയിരിക്കുമല്ലോ അവിടെ വരുന്നത്. ആ ഒരു ബോക്സിലായിരിക്കും നമ്മൾ വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഒരു സിംഗിൾ ലൈൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ലൈനിലുള്ള വാല്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ് വരുന്നത്. ആ ടെക്സ്റ്റ് ഫീൽഡിൽ എന്താണ്, ഒരു സിംഗിൾ ലൈൻ ഡേറ്റ മാത്രമേ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ ആണ്. റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റേഡിയോ ബട്ടണിലാണെങ്കിൽ ഒന്നോ അതിലധികമോ ചോയ്സ് കാണും. അതിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫോമിനകത്ത് ജെൻഡർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ജെൻഡർ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ രണ്ട് ചോയ്സ് തരും, മെയിലും ഫീമെയിലും. അപ്പൊ ഒരാൾക്ക്
അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ, അങ്ങനെ 3 ഓപ്ഷൻസ് കാണും. അപ്പൊ ഒരാൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ചേഞ്ച് ചെയ്യാൻ അല്ല ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒന്നുകിൽ നമ്മൾ മെയിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫീമെയിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ് ചൂസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരുപാട് ചോയ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ യൂസ് ചെയ്യും. ഇതിന് പറയുന്ന പേര് റേഡിയോ ബട്ടൺ എന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചെറിയ ഒരു റെക്റ്റാങ്കിൾ, ഒരു പെട്ടി പോലെ കാണും. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ടിക്ക് ആവും. അപ്പൊ ഒന്നിലധികം ചോയ്സ് ഉണ്ട്. അതിൽ ഒന്നിലധികം ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ചെക്ക് ബോക്സ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ പറയട്ടെ, ഒരാളുടെ ക്വാളിഫിക്കേഷൻ, അയാൾക്ക് ഇപ്പോൾ SSLC, +2, ഡിഗ്രി, PG, അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ കാണും. അപ്പൊ ഒരാൾക്ക്, ചിലർക്ക് SSLC മാത്രം ഉള്ളവർ കാണും. അപ്പൊ അവർ SSLC മാത്രം ടിക്ക് ചെയ്താൽ മതി. ഇനി SSLCയും +2 ഉള്ളവർ എന്ത് ചെയ്യണം? ഇത് രണ്ടും ടിക്ക് ചെയ്യണം. ഇനിയല്ല, PG വരെ ഉള്ളവർ SSLC വേണം, +2 വേണം, ഡിഗ്രി വേണം, PG വേണം. അപ്പൊ അയാളുടെ 4 ചോയ്സും അയാൾക്ക് ടിക്ക് ചെയ്യണം, സെലക്ട് ചെയ്യണം. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ്. നമ്മൾ ഈ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ, ഈ ഡേറ്റാസ് ഫോമിലുള്ള വാല്യൂസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സബ്മിറ്റ് ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ, അതായത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും പറയാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്, എങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുക്കുന്നതെന്നും ഫോമിൽ എങ്ങനെയാണ് വരുന്നതെന്നും. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഡിഫൈൻ സിംഗിൾ ലൈൻ ഇൻപുട്ട്. നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ലൈൻ ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ ഒരു ഫോമിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുന്നത്? ഇത് നോക്കിയേ, ഇവിടെ നമ്മൾ ലേബൽ ഫോർ ഈസ് ഈക്വൽ ടു എഫ് നെയിം ഫസ്റ്റ് നെയിം. അപ്പൊ നമ്മുടെ വെബ് പേജിൽ ഫസ്റ്റ് നെയിം എന്ന് ഡിസ്പ്ലേ ആകും. ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് നെയിം എന്ന് വന്നിട്ട് ഈ ടെക്സ്റ്റ് ബോക്സ് വന്നാലല്ലേ നമുക്ക് അവിടെ ഫസ്റ്റ് നെയിം ആണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവൂ. അപ്പൊ നമുക്ക് അവിടെ എന്താ കൊടുക്കേണ്ടത്? ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ലേബലിൽ കൊടുക്കുക. ഫോം ടാഗ് ഓപ്പൺ ചെയ്യുക, ലേബലിൽ എന്ത് ടെക്സ്റ്റ് ആണോ വരേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് വരേണ്ടത് ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഫീൽഡ് ആണ് വരേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് കൊടുത്തു, ID കൊടുത്തു, നെയിം കൊടുത്തു, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം ലാസ്റ്റ് നെയിം കൊടുത്തു, അതിന്റെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്തു, ID കൊടുത്തു, നെയിം കൊടുത്തു, അതിനുശേഷം ഫോം ക്ലോസ് ചെയ്തു. അപ്പൊ ഇതെങ്ങനെയാണ് വെബ് പേജിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ വെബ് പേജിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ലേബൽ കൊടുത്ത ഫസ്റ്റ് നെയിം വരും. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ടൈപ്പിൽ ടെക്സ്റ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ്, അതായത് സിംഗിൾ ലൈൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ് വരും. ഇവിടെ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാം. ലാസ്റ്റ് നെയിം വരും. ഇവിടെ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാം. അപ്പൊ ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ് പേജിൽ ടെക്സ്റ്റ് ഫീൽഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റേഡിയോ ബട്ടൺ എങ്ങനെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു, 1-2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് നമ്മൾ റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു പാരഗ്രാഫ് ഇവിടെ നോക്കിയേ, ചൂസ് യുവർ ഫേവറേറ്റ് വെബ് ലാംഗ്വേജ്. ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെബ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് പാരഗ്രാഫ് കൊടുത്തേക്കുന്നത്. ഫോമിൽ കൊടുത്തേക്കുന്നത് ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? റേഡിയോ എന്നാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാല്യൂ ഈസ് ഈക്വൽ ടു HTML. അടുത്ത ലേബലിൽ ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് HTML ആണ് കൊടുത്തേക്കുന്നത്. അടുത്ത ലേബൽ നമ്മളിവിടെ HTML കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ലേബലിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? CSS എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ ആണ്. IDയും നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ 3 ലാംഗ്വേജസ് ആണ് കൊടുത്തേക്കുന്നത്, HTMLഉം CSSഉം ജാവാസ്ക്രിപ്റ്റ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാ? അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ആയിരിക്കും റേഡിയോ ബട്ടൺ വരുന്നത്. അതിനുശേഷം കണ്ടോ ഇവിടെ 3 ബട്ടൺസ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു സർക്കിൾ ഇങ്ങനെ വരുന്നതാണ് റേഡിയോ ബട്ടൺ. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ എന്നാണ് നമ്മൾ
കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നിലധികം വാല്യൂസ് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ബോക്സ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ഇതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഇവിടെ എന്ത് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു വാല്യൂ അല്ല, എത്ര എണ്ണം? ഇപ്പൊ ഐ ഹാവ് എ ബൈക്ക് ഉള്ളവരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബൈക്ക് ടിക്ക് ചെയ്യും. ഇനി കാർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐ ഹാവ് എ കാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്യും. ഇനി ഐ ഹാവ് എ ബോട്ട്, ഇനി കാറും ബൈക്കും ബോട്ടും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് 3ഉം എന്ത് ചെയ്യും? ടിക്ക് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ, അത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സബ്മിറ്റ് ബട്ടൺ വരും. നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കൊടുക്കും, ID കൊടുക്കും. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ നമ്മൾ അതിന് ലേബലിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഐ ഹാവ് എ കാർ എന്നുള്ളത് നമ്മൾ ലേബലിൽ കൊടുക്കും. ഇങ്ങനെയാണ് ചെക്ക് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇനി സബ്മിറ്റ്, നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് പറഞ്ഞ എന്താ? സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോം സബ്മിറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് സബ്മിറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് സബ്മിറ്റ് ആണ്. പിന്നെ ഉള്ളത് ആക്ഷൻ ആണ്. ആക്ഷൻ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്ന ഫോം ടാഗിൽ വരുന്ന ആട്രിബ്യൂട്ട് ആണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ആക്ഷൻ അവിടെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഏത് പേജിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആക്ഷനിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഫോം ആക്ഷൻ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആക്ഷൻ പേജ് PHP എന്ന് പറയുന്ന പേജിലേക്ക് പോകും. അപ്പം അവിടെ അങ്ങനെ ഒരു ആക്ഷൻ നടക്കുക. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആക്ഷനകത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ ലേബൽ ഫസ്റ്റ് നെയിം ഉണ്ട്. ഫസ്റ്റ് നെയിം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റിൽ ഫസ്റ്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് നെയിം ഉണ്ട്. അടുത്ത ടെക്സ്റ്റ് ബോക്സിനകത്ത് ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യും. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആക്ഷൻ എന്താ സംഭവിക്കുന്നത്? ആക്ഷൻ പേജ് ഡോട്ട് PHP എന്ന് പറയുന്ന പേജിലേക്ക് പോകും. അപ്പൊ എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആക്ഷനിൽ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതാണ് ആക്ഷനിൽ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ഫീൽഡ് ഇപ്പൊ യൂസർ നെയിമും പാസ്വേഡും. അപ്പൊ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡിലാണ് കൊടുക്കുന്നത്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ് നെയിം കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ്? പാസ്വേഡ് ഫീൽഡ് ടൈപ്പ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എന്ത് ചെയ്യാം? നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ബുള്ളറ്റോ അല്ലെങ്കിൽ ഒരു ആസ്ട്രിക് സൈനോ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മളിപ്പം 1 2 3 എന്നാണ് പാസ്വേഡ് കൊടുക്കുന്നതെങ്കിൽ 1 2 3 എന്ന് കാണത്തില്ല. നമ്മൾ ഷോ ചെയ്താൽ മാത്രമേ കാണൂ. അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ആസ്ട്രിക് സൈനിലായിരിക്കും വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്വേഡ് ടൈപ്പ് ആയിട്ട് കൊടുക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, എന്താ? ബട്ടൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത റീസെറ്റ്, ഇപ്പൊ വാല്യൂസ് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫോമിനകത്ത് കൊടുത്തിട്ടുള്ള വാല്യൂസ് റീസെറ്റ് ചെയ്യാനാണ് ഇൻപുട്ട് ടൈപ്പ് റിസൾട്ട്. അതായത് നമ്മളിപ്പോ കുറെ വാല്യൂസ് എൻ്റർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീഫോൾട്ട് വാല്യൂ വരണമെങ്കിൽ നമ്മൾ റീസെറ്റ് കൊടുക്കുക. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ, നമ്മൾ പറഞ്ഞ റേഡിയോ ബട്ടൺ. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു കളർ, അതായത് നമ്മുടെ ഇൻപുട്ട് ഫീൽഡിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റിന്റെ ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റാസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡേറ്റ് എന്ന് പറയുന്ന ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഫോർമാറ്റിൽ ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു മന്ത് എന്ന് പറഞ്ഞാൽ മന്തും ഇയറും മാത്രം നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു മന്ത് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൽ നമുക്ക് ന്യൂമറിക് വാല്യൂ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെൽ എന്ന് പറഞ്ഞാൽ ടെലഫോൺ നമ്മൾ പറയുമല്ലോ, ടെലഫോൺ നമ്പർ എന്ന് പറയുന്നത് 10 ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ 10 ഡിജിറ്റ് നമ്പറെ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയുമാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോമിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടാഗുകളാണ് ഫോമിനകത്ത് യൂസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് HTML-നകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്